യേശു സദുക്കായരെ വാക്കുമുട്ടിച്ചപ്പോഴെന്നറിഞ്ഞപ്പോൾ അവരെല്ലാവരും ഒന്നിച്ചുകൂടി എന്നാണ് പറയുക. ചില സ്ഥലങ്ങളിലൊക്കെ ഈ ഒന്നിച്ചുകൂടലുണ്ടാകുന്നത് ഈ തിന്മ ചെയ്യാൻ വേണ്ടിയാണ്. തിന്മ ചെയ്യാൻ വേണ്ടിയല്ല ഒന്നിച്ചുകൂടേണ്ടത്, നന്മകൾക്ക് വേണ്ടി ഒന്നിച്ചുകൂടാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ചിലരെ തോൽപ്പിക്കാൻ, ചില ദുഷ്ടതകൾ പറയാൻ, കുറ്റങ്ങൾ പറയാൻ എന്ത് പെട്ടെന്നറിയാം ആൾക്കാരിങ്ങനെ ഒന്നിച്ചുകൂടുന്നു. എന്നാൽ നന്മയ്ക്ക് വേണ്ടി ഒന്നിച്ചുകൂടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ആരെങ്കിലുമൊക്കെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ്, അതിൻ്റെ കുറവുകൾ പറഞ്ഞ്, ഇത് അങ്ങനെ പറ്റും ഇങ്ങനെ പറ്റും എന്ന് പറഞ്ഞ് ആ നന്മ ഇങ്ങോട്ട് ഇല്ലാതാക്കും. എനിക്ക് ഒന്നിച്ചു കൂട്ടാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എൻ്റെ ജീവിതം കൊണ്ട് ഒരുമിച്ച് കൂട്ടാൻ, ഞാൻ ആയിരിക്കുന്ന സ്ഥലങ്ങൾ ഒരുമിച്ച് കൂട്ടാക്കി പറ്റുന്നുണ്ടോ? എപ്പോഴും മറ്റുള്ളവരിങ്ങനെ വഴക്കടിയിക്കുക, തല്ലുണ്ടാക്കുക, സമാധാനം നഷ്ടപ്പെടുക, ആ വ്യക്തികൾക്കൊന്നും പറ്റുകയില്ലെന്ന്. ഒരുമിച്ച് കൂട്ടാൻ പറ്റുന്നില്ല. അതൊരു കൃപയാ. ഒരുമിച്ച് കൂട്ടുക. അതെന്താ ഈ ഒരുമിച്ച് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു സ്വരം, ഒരു മനസ്സ്, ഒരു ലക്ഷ്യം, അതങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. എൻ്റെ കുടുംബത്തില്, ഞാൻ ജീവിക്കുന്ന സമൂഹത്തില്, ഞാൻ ആയിരിക്കുന്ന അയൽവക്ക ബന്ധങ്ങളില്, ഞാൻ ആയിരിക്കുന്ന ഇടവകളില് അങ്ങനെ ഒരുമിച്ച് കൂട്ടാക്കി പറ്റുന്നുണ്ട്. ഞാൻ ചെല്ലുമ്പോഴേക്കും അവിടെ വഴക്കും പിണക്കങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല, എപ്പോഴും പിടിവാശികളും ഒക്കെ ആണെങ്കിൽ എങ്ങനെയാ സാധിക്കുന്നത്? ഇത് കൃപയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. ഒരുമിച്ച് കൂട്ടുന്നൊരു കൃപ. തിന്മയ്ക്ക് വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൂട്ടും. അതിങ്ങനെ ചിലപ്പോൾ എനിക്ക് ദേഷ്യം ഉണ്ടാകും, അപ്പോൾ അവൾക്കും ദേഷ്യം ഉണ്ടാകും, അപ്പോൾ ഒരുമിച്ച് അവരൊരുമിക്കും പെട്ടെന്ന്. അതല്ല വേണ്ടത്. കർത്താവ് പറയുന്ന ഇത്രയേ ഉള്ളൂ. ഇവിടെ ഉണ്ടായത് തന്നെയാ. സദുക്കായരെ യേശു വാക്കുമുട്ടിച്ചപ്പോൾ യേശുവിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക. യേശുവിനോട് ദേഷ്യമുള്ള കുറേ പേര് അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് ഒരുമിച്ച് കൂടും. അതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഒരുമിച്ച് കൂടുന്നത് നന്മയ്ക്കാകട്ടെ. നിങ്ങളുടെ ഒരുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തിനായിരിക്കട്ടെ. അതിനെനിക്ക് പറ്റുന്നുണ്ടോ എന്ന് പ്രാർത്ഥിക്കാം.